തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപകരണം കാണാതായ വാർത്തയിൽ വഴിത്തിരിവ്. കാണാതായി എന്ന് മന്ത്രി പറഞ്ഞ ടിഷ്യൂ മോസിലേറ്റർ എന്ന ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തി. പ്രിൻസിപ്പലിന്റെ പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉപകരണം കാണാനില്ല എന്ന് പരാമർശിച്ചിരുന്നു. തന്നെ കുടുക്കാനാണ് ശ്രമമെന്നും ഓഫീസ് മറ്റൊരു പൂട്ടിയതിൽ അധികൃതരുടെ ലക്ഷ്യം വേറെയെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. KGMCT ഭാരവാഹികൾക്ക് ഉള്ള കുറിപ്പിലാണ് ആരോപണം. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, കാണാതായി എന്ന് നേരത്തെ മന്ത്രി പരാമർശിച്ച ആ ഉപകരണം അതുതന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലേ? അമൃത, തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഇങ്ങനൊരു ഉപകരണം, ടിഷ്യൂ മോസിലേറ്റർ എന്ന ഉപകരണം കാണാനില്ല എന്നുള്ളതായിരുന്നു ആരോപണമായി ഹാരിസ് ചിറക്കലിനെതിരെ ഉയർന്നത്. അത്തരം ഒരു വിവാദങ്ങൾ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നടക്കുകയും ചെയ്തത്. എന്തായാലും ഇതിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഉപകരണം അവിടെ തന്നെ ഉണ്ട് എന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കിയിരുന്നത് ഇക്കാര്യത്തിൽ ഈ ഉപകരണം എവിടെയും പോയിട്ടില്ല, ആശുപത്രിക്ക് അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അത് ചെറിയ കേടുപാടുകൾ ഉള്ളതുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ മാറ്റിവെച്ചതാണ് എന്നുള്ളതായിരുന്നു ഹാരിസ് ചിറക്കലിന്റെ വാദം. അത് പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്ന നിലയിലാണ് നിലവിലിപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ അന്വേഷണത്തിൽ ഈ ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്നുള്ള കണ്ടെത്തൽ. മന്ത്രിയുടെ ഈ അന്വേഷണ സംഘത്തിന്റെ, അതായത് വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് എന്നുള്ളതായിരുന്നു മന്ത്രി ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അത് പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഈ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്നത്. ഇതിനിടയിലാണ് KGMCTയുടെ ഗ്രൂപ്പിൽ ഹാരിസ് ചിറക്കൽ ഇട്ട പോസ്റ്റ് കൂടി പുറത്തു വരുന്നത്. തനിക്കെതിരെ ഗൂഢാലോചനയാണ് നടക്കുന്നത്, തന്നെ കുടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ ഹാരിസ് ചിറക്കൽ ആ ഗ്രൂപ്പിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഓഫീസ് അത് താക്കോൽ മാറ്റി മറ്റൊരു പൂട്ടിയിരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ചില പ്രധാനപ്പെട്ട ഫയലുകൾ ഉൾപ്പെടെ മാറ്റാനാണോ എന്നുള്ള സംശയവും ഈ ഗ്രൂപ്പിലിട്ട മെസ്സേജിൽ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് കൂടുതൽ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, മറ്റൊരു ഭാഗത്ത് തനിക്കെതിരായി നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായ നടപടികളാണ് എന്നുള്ള ആരോപണവും കടുപ്പിക്കുകയാണ് ഹാരിസ്. അമൃത. ശരി, വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.